സാൻസിബാർ ദ്വീപിലെ സ്റ്റോൺ ടൗണിന്റെ സീഫ്രണ്ട് ഏരിയയിൽ നിൽക്കുകയാണ് ഞാൻ. സുന്ദരമായ ബീച്ച്, തെളിഞ്ഞ കടൽജലം, പഞ്ചസാര മണൽ, അങ്ങകലെ ഫെറി ടെർമിനൽ, തീരക്കടലിൽ നിരന്നു കിടക്കുന്ന ചെറുവള്ളങ്ങളും ബോട്ടുകളും. ഇതെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കാത്തുകിടക്കുന്ന ബോട്ടുകളാണ്. കുറച്ചകലെയുള്ള പ്രിസൺ ഐലൻഡിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകുന്ന ബോട്ടുകൾ, പരമ്പരാഗത പായ്വഞ്ചികൾ, സാൻസിബാറിന്റെ പ്രത്യേക ശൈലിയിലുള്ള തടിവള്ളങ്ങൾ. അങ്ങകലെ മെയിൻലാൻഡിലേക്ക് സർവീസ് നടത്തുന്ന ഒരു കറ്റമരൻ കിടക്കുന്നു. അത്തരമൊന്നിലാണ് ഞാൻ സാൻസിബാറിലേക്ക് വന്നത്. ടൂറിസ്റ്റുകളുടെ ഒരു ഉല്ലാസ തീരമാണിത്. കടലിനഭിമുഖമായി നിലകൊള്ളുന്ന ധാരാളം റിസോർട്ടുകൾ. കേരളീയമായ ഒരു കാലാവസ്ഥയാണിവിടെ. 1 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഹെറിറ്റേജ് മന്ദിരങ്ങൾ. മണൽത്തിട്ടകളിലും മരത്തണലുകളിലും ടൂറിസ്റ്റുകൾ വിശ്രമിക്കുന്നു. സുന്ദരമായ ഈ തീരത്തേക്ക് പണ്ടുകാലം മുതൽ തന്നെ ധാരാളം ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥയും കടൽ തീരവും പ്രകൃതി ഭംഗിയുമെല്ലാം ഇപ്പോഴും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. മീൻ പിടിക്കാൻ പോയ പ്രാദേശികരായ ആളുകൾ മടങ്ങുന്ന കാഴ്ചയും ഈ തീരത്ത് നിൽക്കുമ്പോഴുണ്ട്. മരത്തണലിൽ റെസ്റ്റോറന്റുകളുടെ ഭാഗമായ മേശകസേരകൾ. അവിടെ നിന്നും അബുവിന്റെ കാറിൽ കയറി ഞാൻ യാത്ര തുടരുകയാണ്. തീരഭാഗത്തെ പുരാതനമായ പല കെട്ടിടങ്ങളും ഇന്ന് ടൂറിസ്റ്റ് ഹോട്ടലുകളും റെസ്റ്റോറന്റുകളുമായി മാറിക്കഴിഞ്ഞു. അതെല്ലാം പൗരാണികമായ പ്രൗഢിയോടെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഈ പൗരാണിക ഭാവം തന്നെയാണ് ഒരു ഹെറിറ്റേജ് പ്രദേശമായി സ്റ്റോൺ ടൗണിനെ നിലനിർത്തുന്നത്. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള പ്രദേശങ്ങളാണിത്. ബ്രിട്ടീഷ് കാലഘട്ടവും പോർച്ചുഗീസ് കോളനി കാലവുമെല്ലാം അടയാളപ്പെടുത്തിയ നിർമ്മിതികൾ ഇവിടെയുണ്ട്. ഫൊറോധാനി ഓർഫനേജ് ഹൗസ് എന്നൊരു കെട്ടിടത്തിനുള്ളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. അതിനപ്പുറം ഫൊറോധാനി ഗാർഡൻ എന്നറിയപ്പെടുന്ന ഒരിടത്ത് വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി. സാൻസിബാറിലെ ഓൾഡ് ഫോർട്ട് എന്നറിയപ്പെടുന്ന കോട്ടയാണിത്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ കോട്ട. സാൻസിബാറിൽ ഇന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും പഴയ ബിൽഡിംഗാണ് ഈ കോട്ട. ഒരു ഭാഗത്ത് ഫൊറോധാനി ഓർഫനേജ് കെട്ടിടം. അതിന് ചുവട്ടിലൂടെയാണ് ഞങ്ങൾ ഇവിടേക്ക് കടന്നു വന്നത്. അതിനോട് ചേർന്നാണ് ഓൾഡ് ഫോർട്ട്. 1698 മുതലുള്ള 3 വർഷം കൊണ്ട് നിർമ്മിച്ച കോട്ടയാണിത്. 2 നൂറ്റാണ്ട് നീണ്ട സാൻസിബാറിലെ പോർച്ചുഗീസ് ആധിപത്യത്തിന് അവസാനം കുറിച്ച ശേഷം ദ്രുതഗതിയിലായിരുന്നു ഇതിന്റെ നിർമ്മാണം. വീണ്ടും പോർച്ചുഗീസുകാർ സാൻസിബാറിനെ അധീനപ്പെടുത്തുന്നത് തടയുകയായിരുന്നു കോട്ടയുടെ നിർമ്മാണത്തിലൂടെ ലക്ഷ്യം വെച്ചത്. ഒമാനി അറബികളായിരുന്നു ഇതിന്റെ നിർമ്മാതാക്കൾ. ഞാൻ കോട്ടയുടെ അകത്ത് കയറാൻ തീരുമാനിച്ച് അവിടേക്ക് നടക്കുകയാണ്. പുരാതനമായ ഭാവത്തോടുകൂടി തന്നെയാണ് ഇപ്പോഴും കോട്ട നിലനിർത്തിയിരിക്കുന്നത്. 2000-ാം ആണ്ടിൽ ഈ കോട്ട കൂടി ഉൾപ്പെടുന്ന സ്റ്റോൺ ടൗണിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചിരുന്നു. കൊത്തുപണികളോടുകൂടിയ പ്രധാന കവാടം. കോട്ടയ്ക്കകത്ത് കയറാൻ ടിക്കറ്റ് എടുക്കേണ്ടതില്ല. പുറത്ത് നല്ല വെയിലാണെങ്കിലും ഇതിനുള്ളിൽ സുഖകരമായ തണുപ്പുണ്ട്. ഇടനാഴിയിൽ നിന്ന് ഇറങ്ങിയെത്തുന്നത് കോട്ടയുടെ നടുമുറ്റത്തേക്കാണ്. 15-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് പോർച്ചുഗീസുകാർ സാൻസിബാറിലെത്തുമ്പോൾ ഇവിടെ ഏകീകൃതമായ ഒരു ഭരണക്രമമൊന്നും ഉണ്ടായിരുന്നില്ല. അറബികൾ കച്ചവടം നിയന്ത്രിക്കുന്ന കുറേ മാർക്കറ്റുകളും ചെറു ടൗണുകളുമുള്ള പ്രദേശമായിരുന്നു സാൻസിബാർ. അറബികളോട് ചങ്ങാത്തം കൂടി പോർച്ചുഗീസുകാർ ഒടുവിൽ സാൻസിബാറിനെ ഒന്നാകെ തങ്ങളുടെ വരുതിയിലാക്കി. കോട്ടയ്ക്കകത്ത് വലിയൊരു മൈതാനത്തിനു ചുറ്റും ഇങ്ങനെ കുറെ കടകളുണ്ട്. ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെക്കുന്ന കടകളാണെങ്കിലും അധികം ആളുകളെയൊന്നും ഇവിടെ കാണുന്നില്ല. അപൂർവമായി മാത്രമേ ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരുന്നുള്ളൂവെന്ന് എനിക്ക് തോന്നി. ചുറ്റും കോട്ടമതിലും കൊത്തളങ്ങളും. ആദ്യകാലത്ത് സൈനികരുടെ താവളവും അവരുടെ പരിശീലന കേന്ദ്രവുമായിരുന്നു ഈ മൈതാനം. കോട്ടയൊരു ജയിലായി മാറിയപ്പോൾ എല്ലാ പ്രഭാതങ്ങളിലും തടവുപുള്ളികൾ നിരന്നു നിൽക്കുന്ന
റോൾ കോൾ ഗ്രൗണ്ടായും ഇത് വർത്തിച്ചു. സാൻസിബാറിൽ വന്നിറങ്ങിയ പോർച്ചുഗീസുകാരും അറബികളും തമ്മിലുള്ള ബന്ധം ആദ്യകാലത്ത് ഊഷ്മളമായിരുന്നെങ്കിലും പിന്നീട് പ്രശ്നങ്ങൾ തുടങ്ങി. അങ്ങനെയാണ് ഒമാനിൽ നിന്ന് അറബിപ്പട ഇവിടെ എത്തുന്നത്. സാൻസിബാറിലെ അറബികൾ ഒമാനിൽ നിന്നും ഇവിടേക്ക് സൈന്യത്തെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഒമാൻ സൈന്യം ദ്വീപിൽ നിന്നും പോർച്ചുഗീസുകാരെ തുരത്തി ഓടിച്ചു. വലിയ പടകൂട്ടി അവർ തിരിച്ചു വരുന്നത് തടയാൻ ഇവിടെ ഇങ്ങനെയൊരു കോട്ടയും സ്ഥാപിച്ചു. കോട്ടയുടെ ഈ ഭാഗം ഇപ്പോൾ ഒരു ആംഫി തിയേറ്ററായി മാറ്റിയിരിക്കുന്നു. മിക്ക ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറാറുണ്ട്. ആംഫി തിയേറ്ററിന് പിന്നിലായി പൗരാണിക ഭാവമുള്ള ഒരു നീളൻ കെട്ടിടം. അതിലിപ്പോൾ ആർട്ട് ഷോപ്പുകളാണ് പ്രവർത്തിക്കുന്നത്. തദ്ദേശീയരായ കലാകാരന്മാർ നിർമ്മിച്ച ശില്പങ്ങളും അവർ വരച്ച ചിത്രങ്ങളുമൊക്കെയാണ് പ്രധാന വിൽപ്പന വസ്തുക്കൾ. തുണിയും ആഭരണങ്ങളും കരകൗശല ഉൽപ്പന്നങ്ങളുമെല്ലാമുണ്ട്. ഏതാനും കലാകാരന്മാർ ഇരുന്ന് ചിത്രങ്ങൾ വരയ്ക്കുന്നുമുണ്ട്. ആഫ്രിക്കൻ വനജീവിതം തന്നെയാണ് ചിത്രത്തിന്റെ വിഷയം. പഴയ പട്ടാള ബാരക്കായിരുന്നു ഈ കെട്ടിടം. ജയിലറകളായിരുന്നതും കോട്ടയിലെ ചെറുകെട്ടിടങ്ങൾ തന്നെയാണ്. ഗാലറിയുടെ പിന്നിലായി ഒരു മന്ദിരം കാണാം. ഹൗസ് ഓഫ് വണ്ടേഴ്സ് എന്നും പാലസ് ഓഫ് വണ്ടേഴ്സ് എന്നും അറിയപ്പെടുന്ന കെട്ടിടമാണത്. സ്റ്റോൺ ടൗണിലെ ഏറ്റവും വലിയ കെട്ടിടം. സാൻസിബാറിലെ രണ്ടാമത്തെ സുൽത്താൻ നിർമ്മിച്ച ഒരു കൊട്ടാരം തന്നെയാണത്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ പണിത ഒരു ദേവാലയം ഉണ്ടായിരുന്നിടത്താണ് ഒരു നൂറ്റാണ്ടിനു ശേഷം ഒമാനി അറബികൾ ഈ കോട്ട പണിതത്. തങ്ങൾ ദ്വീപിൽ നിന്നും തുരത്തി ഓടിച്ച പോർച്ചുഗീസുകാർ വൻ സന്നാഹങ്ങളുമായി വീണ്ടും വരുമെന്ന് അറബികൾ പ്രതീക്ഷിച്ചു. അവരെ നേരിടുന്നതിനായി വൻ ആയുധശേഖരമാണ് ഇവിടെ സംഭരിച്ചു വച്ചത്. പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്ത തോക്കുകളും പീരങ്കികളും അതിലുണ്ടായിരുന്നു. പക്ഷേ പോർച്ചുഗീസുകാർ പിന്നീട് ഇവിടേക്ക് വരികയുണ്ടായില്ല. നട്ടുച്ച നേരമായതിനാലാവാം ഇവിടെ സന്ദർശകരുടെ തിരക്കില്ലാത്തത്. ഫൊറോധാനി ഗാർഡൻ എന്ന ഭാഗത്തേക്കാണ് ഇറങ്ങിയെത്തുന്നത്. 3 നൂറ്റാണ്ടിനു ശേഷവും വലിയ കേടുപാടുകളില്ലാതെ നിലകൊള്ളുകയാണ് കോട്ട. അങ്ങേയറ്റത്ത് അക്കാണുന്നതാണ് ഹൗസ് ഓഫ് വണ്ടേഴ്സ് എന്നറിയപ്പെടുന്ന കൊട്ടാരം. പ്രത്യേക തരത്തിലുള്ള ഒരു നിർമ്മിതിയാണത്. കൂറ്റൻ തൂണുകൾ അതിരിടുന്ന വലിയ വരാന്ത. നല്ല ഉയരത്തിലാണ് ഓരോ നിലയും. കാസ്റ്റ് അയൺ തൂണുകളാണ് വരാന്തയുടെ ചുറ്റും. 1.25 നൂറ്റാണ്ടിലേറെ പ്രായമുള്ള കൊട്ടാരം ഇപ്പോൾ വേണ്ട വിധം സംരക്ഷിക്കുന്നില്ല എന്ന് തോന്നിപ്പോകുന്നു. സാൻസിബാറിന്റെ രണ്ടാമത്തെ സുൽത്താനായിരുന്ന ബർഗാഷ് ബിൻ സയ്യിദിന്റെ ഭരണകാലത്ത് 1883-ലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. അദ്ദേഹം സാൻസിബാറിൽ നിർമ്മിച്ച 7 കൊട്ടാരങ്ങളിലൊന്നാണ് ഇത്. ചുറ്റോടു ചുറ്റും വീതിയുള്ള വരാന്ത, മാർബിൾ വിരിച്ച തറ. അതിനെ അതിരിട്ടു നിൽക്കുന്ന തൂണുകൾ കാസ്റ്റ് അയൺ കൊണ്ടുള്ളതാണ്. ഓരോന്നിനും 2 ടൺ ഭാരമെങ്കിലും ഉണ്ടാവും. കൊട്ടാരത്തിന്റെ തിണ്ണുകൾ നാട്ടുകാർക്കും വഴിപോക്കർക്കും കാറ്റുകൊണ്ടിരിക്കാനുള്ള സ്ഥലം മാത്രമാണിപ്പോൾ. സുൽത്താൻ ബർഗാഷ് ബിൻ സയ്യിദിന്റെ കാലത്ത് ഈ കൊട്ടാരത്തിനു മുന്നിൽ വന്യമൃഗങ്ങളെ ചങ്ങലക്കിട്ട് പ്രദർശിപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആഫ്രിക്കയുടെ മെയിൻലാൻഡിലെ വനങ്ങളിൽ നിന്നും പിടിച്ചുകൊണ്ടുവരുന്നതായിരുന്നു ആ മൃഗങ്ങളെ. അറബി സൈന്യം പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്തതാണ് ഓടുകൊണ്ട് നിർമ്മിച്ച ആ പീരങ്കികൾ. ഇതാണ് കൊട്ടാരത്തിന്റെ മുൻഭാഗം. ചുറ്റും ഗ്രില്ല് വേലിയാണ്. അഴിക്കുള്ളിലൂടെ ക്യാമറ കടത്തിയാണ് ഞാൻ ദൃശ്യങ്ങൾ പകർത്തുന്നത്. സാൻസിബാറിൽ നിന്നും പോർച്ചുഗീസുകാരെ തുരത്താൻ വിളിച്ചു വരുത്തിയ ഒമാനി അറബികളാണ് പിന്നീട് ഇന്നാടിന്റെ ഭരണാധികാരികളായത്. ഈ കൊട്ടാരം പണിത ബർഗാഷ് ബിൻ സയ്യിദിന്റെ മുത്തച്ഛൻ സെയ്ദ് ബിൻ സുൽത്താൻ ഒമാന്റെ ഭരണാധികാരിയായിരുന്നു. കൊട്ടാരമുറ്റത്ത് വലിയൊരു പീരങ്കി. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ
സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഫൊറോധാനി മാർക്കറ്റ് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ചെറിയൊരു റെസ്റ്റോറൻറ്റും മറ്റുമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഫൊറോധാനി ഗാർഡന്റെ ഭാഗം തന്നെയാണ് ഇതെല്ലാം. ഒരു വശത്ത് കടലിലേക്ക് ലക്ഷ്യം വെച്ച് കുറെ പീരങ്കികൾ നിരന്നിരിക്കുന്നു. അതും പോർച്ചുഗീസുകാരുടെ കാലത്തേതു തന്നെ. തീരഭാഗം കല്ലുപെടുത്ത് സംരക്ഷിച്ചിരിക്കുന്നു. ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് അങ്ങേയറ്റത്ത് കാണാം. നിരവധി തൂണുകളിൽ ഉയർന്നു നിൽക്കുകയാണത്. തീരക്കടൽ സുന്ദരമാണ്. നല്ല തെളിഞ്ഞു ജലം. സാൻസിബാർ കോറൽ ദ്വീപായതിനാൽ അതിനു ചുറ്റും തെളിഞ്ഞു ജലമായിരിക്കും. ഥൗ എന്ന് പൊതുവെ അറിയപ്പെടുന്ന സാൻസിബാറിന്റെ തനത് നൗകയാണിത്. നല്ല തെളിഞ്ഞു ജലത്തിലൂടെ അതങ്ങനെ നീങ്ങുന്നു. എന്നോ പണിത ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കടലിൽ കാണാം. ആദ്യകാലത്ത് വാണിജ്യ കപ്പലുകളാണ് ഇവിടെ നിരന്ന് കിടന്നിരുന്നതെങ്കിൽ പിന്നീട് പടക്കപ്പലുകളുടെ ഊഴമായി. സാൻസിബാറിന്റെ വാണിജ്യ കുത്തക സ്വന്തമാക്കാനും ഈ മനോഹര ദ്വീപിനെ വരുതിയിലാക്കാനുമെല്ലാമായി പായ്ക്കപ്പലുകൾ പടക്കപ്പലുകളായി ഈ തീരത്തണഞ്ഞ ഒരു കാലം. 2000 വർഷം മുൻപ് തന്നെ ഇന്ത്യയിൽ നിന്നും യമനിൽ നിന്നും പായ്ക്കപ്പലുകൾ ഈ തീരത്തടുത്തിരുന്നു. അക്കാലത്ത് ചില ആഫ്രിക്കൻ ഗോത്രവർഗങ്ങളായിരുന്നു സാൻസിബാറിലുണ്ടായിരുന്നത്. പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ യമനിൽ നിന്നുള്ള അറബികൾ സാൻസിബാറിന് മേൽ ആധിപത്യം നേടി. അക്കാലങ്ങളിൽ ഇവിടുത്തെ വ്യാപാര കുത്തക ഇന്ത്യക്കാർക്കായിരുന്നു എന്നതിനാൽ അറബികളും ഇന്ത്യക്കാരും സഹവർത്തിത്വത്തോടെയാണ് കഴിഞ്ഞത്. തുടർന്ന് 15-ാം നൂറ്റാണ്ടിലാണ് പോർച്ചുഗീസുകാരുടെ വരവ്. അറബികളായ നാടുവാഴികളെ പാട്ടിലാക്കി സാവധാനം അവർ ഈ ദ്വീപിന്റെ ഭരണാധികാരികളാവുകയായിരുന്നു. ആ ഭരണം 2 നൂറ്റാണ്ട് നീണ്ടപ്പോൾ അസ്വാരസ്യങ്ങൾ തലപൊക്കി തുടങ്ങി. വ്യാപാര രംഗത്ത് പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ സാൻസിബാറിലെ ഇന്ത്യൻ അറബി സമൂഹത്തിന് അസഹ്യമായി തുടങ്ങി. അങ്ങനെയാണ് പോർച്ചുഗീസുകാരെ തുരത്തി ഓടിക്കാൻ അവർ ഒമാനി അറബികളുടെ സഹായം തേടിയത്. നിരവധി പായ്ക്കപ്പലുകളിലായി എത്തിയ ഒമാനി സുൽത്താന്റെ സൈന്യം സാൻസിബാറിനെ വളഞ്ഞു. അവർ പോർച്ചുഗീസുകാരെ ഇവിടെ നിന്നും തുരത്തിയതോടെ സാൻസിബാർ ഒമാൻ എന്ന സുൽത്താനേറ്റിന്റെ ഭാഗമാവുകയായിരുന്നു. വാണിജ്യത്തിന്റെ ഇടത്താവളമായ സാൻസിബാറിൽ നിന്നും കപ്പം പിരിച്ച് വലിയ സമ്പത്താണ് സുൽത്താൻ നേടിയത്. ആഫ്രിക്ക ചുറ്റി ഏഷ്യയിലേക്ക് കപ്പൽ ഗതാഗതം നടന്നിരുന്ന കാലത്തെ സുപ്രധാനമായ ഒരു ഇടത്താവളമായിരുന്നു സാൻസിബാർ. എനിക്ക് നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. സെൻജി ഗാർഡൻ കഫേ എന്നൊരു റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ. അതിന്റെ വർണ്ണക്കുട ചുവട്ടിലിരുന്ന് അല്പം ഭക്ഷണം ഓർഡർ ചെയ്തു. സാൻസിബാറിയൻ ശൈലിയിൽ ഉപ്പും കുരുമുളകുമെല്ലാം ആദ്യമെത്തി. ട്യൂണ സലാഡാണ് എനിക്ക് വേണ്ടി ഒരുങ്ങുന്നത്. പരിചാരകൻ പയ്യൻ പെട്ടെന്ന് തന്നെ വിഭവമായി എത്തി. മൊരിച്ച ട്യൂണയും പുഴുങ്ങിയ മുട്ടയും അല്പം പച്ചക്കറികളും. തീരത്തുകൂടി നീങ്ങുന്ന ടൂറിസ്റ്റുകളെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. വീണ്ടും നടത്തം തുടങ്ങി. ഇതാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്. റെസ്റ്റോറന്റിന്റെ അങ്ങേയറ്റത്ത് പോയിരുന്ന് കടൽക്കാറ്റേറ്റും കടലിനെ കണ്ടും ഭക്ഷണം കഴിക്കുന്നത് നല്ലൊരു അനുഭവമായിരിക്കുമല്ലോ. ഇതെല്ലാം സാൻസിബാറിന്റെ സീ ഫ്രണ്ട് ഏരിയയുടെ പ്രധാന ഭാഗങ്ങൾ തന്നെയാണ്. ഫൊറോധാനി വാട്ടർഫ്രണ്ട് ഏരിയ. ഇത്തരത്തിലുള്ള പല മണ്ഡപങ്ങൾ ഫൊറോധാനി ഗാർഡനിൽ അടുത്ത കാലത്ത് നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. ഫൊറോധാനി ഗാർഡനിലൂടെ ഒരു കറക്കം പൂർത്തിയാക്കി ഞാൻ വീണ്ടും ഓൾഡ് ഫോർട്ടിന്റെ മുന്നിലേക്കെത്തി. ഈ ഭാഗത്ത് കുറച്ച് പുരാതന മന്ദിരങ്ങൾ കൂടി കാണാനുണ്ട്. അതും ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങൾ തന്നെയാണ്. മുന്നിൽ അക്കാണുന്ന നിരവധി ജാലകങ്ങളും മട്ടുപ്പാവുകളുമുള്ള കെട്ടിടം ഫൊറോധാനി പാർക്ക് ഹോട്ടലാണ്. കോട്ടയുടെ ചുറ്റുമുള്ള കെട്ടിടങ്ങളെല്ലാം പഴയ വാണിജ്യ കേന്ദ്രങ്ങളും പാണ്ഡികശാലകളുമൊക്കെയായിരുന്നു. അതിലൊന്നാണ് ഫൊറോധാനി പാർക്ക് ഹോട്ടലായി മാറിയിരിക്കുന്നത്. ഹോട്ടലിന് മുന്നിൽ ഇന്ത്യൻ പതാകയുമുണ്ട്.
കുറെ കൂടി സമ്പന്ന രാജ്യമായിരുന്നെങ്കിൽ ഇവിടമെല്ലാം എത്ര പ്രൗഢിയോടെയും കലാപരമായും ഒരുക്കിയിട്ടേനെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ടാൻസാനിയ പോലൊരു ദരിദ്ര രാജ്യത്തിന്റെ ഭാഗമായ ഈ പ്രദേശത്തിന് വളരുന്നതിന് പരിമിതികളുണ്ട്. പക്ഷേ വളരാൻ അനന്തമായ സാധ്യതകളുണ്ട് താനും. വീണ്ടും അബുവിന്റെ കാറിൽ കയറി പൊറോധാനി ഗാർഡനിലൂടെ യാത്ര തുടരുകയാണ്. അബു ഇങ്ങനെയാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. സരസനായ ഒരു യുവാവ്. ഇക്കാണുന്നതെല്ലാം സാൻസിബാറിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. മിസിംഗാനി റോഡിലൂടെയാണ് യാത്ര. ഇവിടെ വെളുത്ത ചായം പൂശിയ വലിയൊരു മന്ദിരമുണ്ട്. പഴയ കൊട്ടാരമാണ്. ഇപ്പോൾ പാലസ് മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. അബു വണ്ടിയൊന്ന് നിർത്തി. കയറണോ വേണ്ടയോ എന്നായി സംശയം. മ്യൂസിയത്തിനകത്ത് ക്യാമറ അനുവദിക്കില്ല. ഏതായാലും മുറ്റത്തേക്ക് വണ്ടി വിടാൻ ഞാൻ പറഞ്ഞു. പുറത്തെ ദൃശ്യമെങ്കിലും പകർത്താമല്ലോ. അബു കാർ കൊട്ടാരമുറ്റത്തേക്ക് കൊണ്ടുചെന്നു നിർത്തി. 1890കളിൽ സാൻസിബാറിന്റെ സുൽത്താൻ കുടുംബത്തിനു വേണ്ടി നിർമ്മിച്ച കൊട്ടാരമാണിത്. എന്നാൽ അക്കാലത്ത് സുൽത്താൻ വസിച്ചിരുന്നത് ഇവിടെയായിരുന്നില്ല. 1911 അന്നത്തെ സുൽത്താൻ തന്റെ വാസം ഈ കൊട്ടാരത്തിലേക്ക് മാറ്റിയത്. ഇന്ത്യൻ അറബി പാരമ്പര്യങ്ങൾ പ്രകടമാകുന്ന ഒരു നിർമ്മിതി. കൊട്ടാരത്തിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ക്യാമറയുമായി പ്രവേശിക്കാനാവാത്തതിനാൽ അവിടെ നിന്നും ഞങ്ങൾ യാത്ര തുടർന്നു. വഴിയരികിൽ കാണുന്നതെല്ലാം സാൻസിബാറിന്റെ സ്റ്റോൺ ടൗൺ ഏരിയയിലെ പഴയകാല കെട്ടിടങ്ങളാണ്. അവയിൽ പലതും തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ചിലതൊക്കെ പുനരുദ്ധരിച്ച് വലിയ ഹോട്ടലുകളാക്കി മാറ്റിയിട്ടുണ്ട്. മിസിംഗാനി റോഡ് തന്നെയാണിത്. നിരവധി ഹോട്ടലുകളുണ്ട് ഈ പ്രദേശത്ത്. സുന്ദരമായി സംരക്ഷിച്ചു നിലനിർത്തിയിരിക്കുന്ന ഒരു പഴയ മന്ദിരത്തിന് മുന്നിൽ അബു കാർ കൊണ്ടുചെന്ന് നിർത്തി. ഇത് ഇവിടുത്തെ ഓൾഡ് ഡിസ്പെൻസറിയാണ്. സാൻസിബാറിന്റെ തനത് വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച സുന്ദരമായൊരു മന്ദിരം. അത് ഒട്ടൊക്കെ പ്രൗഢിയോടെയും സൗന്ദര്യബോധത്തോടെയും നിലനിർത്തിയിട്ടുണ്ട്. ആഗാഖാൻ ട്രസ്റ്റ് ഫോർ കൾച്ചർ എന്ന പ്രസ്ഥാനം ഏറ്റെടുത്ത് പുനരുദ്ധരിച്ചതിനാലാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ബ്രിട്ടനിലെ വിക്ടോറിയ രാജ്ഞി അധികാരത്തിലേറിയതിന്റെ ഗോൾഡൻ ജൂബിലി സ്മാരകം എന്ന നിലയിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. സ്റ്റോൺ ടൗണിലെ ഒരു ഹിസ്റ്റോറിക് ബിൽഡിംഗ് തന്നെയാണിത്. ഇന്ത്യൻ വാസ്തുവിദ്യയുടെ സ്വാധീനം സാൻസിബാറിൽ പ്രതിഫലിക്കുന്നതിന്റെ ഒരു ഉദാഹരണം. 2 ഇന്ത്യക്കാർ തന്നെയാണ് ഈ മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലുണ്ടായിരുന്നത്. ിൽ സാൻസിബാറിലെ ധനാഢ്യനായിരുന്ന ഇന്ത്യക്കാരൻ താരിയ തോപ്പനാണ് ഇതിന്റെ നിർമ്മാണം തുടങ്ങിവെച്ചത്. ഇന്ത്യക്കാരൻ തന്നെയായ ഹഷം പട്ടേലായിരുന്നു ആർക്കിടെക്ട്. 1900 ഇവിടെയുണ്ടായിരുന്ന ധനികനായ ഇന്ത്യൻ കച്ചവടക്കാരൻ ഹാജി നാസർ നൂർ മുഹമ്മദ് ഈ കെട്ടിടം വിലയ്ക്ക് വാങ്ങി. അദ്ദേഹമാണ് ഇതിന്റെ താഴത്തെ നില ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ഒരു ഡിസ്പെൻസറിയാക്കി മാറ്റിയത്. മുകൾ നിലകൾ ഇന്ത്യൻ വംശജരുടെ അപ്പാർട്ട്മെന്റുകളുമായിരുന്നു. അവിടെ നിന്നുമിറങ്ങി യാത്ര തുടരുമ്പോൾ സാൻസിബാർ പോർട്ട് ബിൽഡിംഗ് ആണ് ഇടതുവശത്ത് കാണുന്നത്. പോർട്ടിന്റെ ഭാഗമായ ഗോഡൌണുകളും കാര്യാലയങ്ങളുമാണ് പാതയുടെ ഇരുവശവും. സാൻസിബാർ തുറമുഖം സജീവമായിരുന്ന നാളുകളിൽ പ്രൗഢിയോടെ നിലകൊണ്ട തെരുവുകളാണിത്. സുഗന്ധവ്യഞ്ജനങ്ങളും ആനക്കൊമ്പും മുതൽ അടിമകളെ വരെ കൊണ്ടുപോകാൻ നൂറുകണക്കിന് പായ്ക്കപ്പലുകൾ സാൻസിബാറിന് തീരത്തണഞ്ഞിരുന്ന കാലമാണത്. എന്തെല്ലാം ചരിത്രസന്ധികളിലൂടെയാണ് ഈ ദ്വീപ് കടന്നുപോയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. അബൂബക്കർ സിദ്ധി എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. സിദ്ധികൾ ഒരു പ്രത്യേക ജനവിഭാഗമാണ്. ഇന്ത്യയുടെ കൊങ്കൺ തീരത്തും പാകിസ്ഥാനിലും സിദ്ധികളുണ്ട്. അടിമകളായി ഇന്ത്യയിലെത്തിയവരുടെ പിന്മുറക്കാരാണ് അവർ. സാൻസിബാറിലെത്തിയ ഇന്ത്യൻ മണിക്കുകൾ ഇവിടെ നിന്നും അടിമകളെ ഇന്ത്യയിലും എത്തിച്ചിരുന്നു. അവരുടെ പിൻതലമുറയിൽപ്പെട്ട വലിയ സമൂഹങ്ങൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വസിക്കുന്നുണ്ട്.
മഹാരാഷ്ട്രയിലൂടെയുള്ള സഞ്ചാരത്തിൽ ഞാൻ സിദ്ധികളുടെ ഗ്രാമങ്ങളിൽ പോവുകയും അവരുടെ ഒരു കോട്ട ക്യാമറയിൽ പകർത്തുകയും ചെയ്തിരുന്നു. സ്റ്റോൺ ടൗണിൽ നിന്ന് വിട്ട് സാൻസിബാറിന്റെ ഉൾഗ്രാമങ്ങളിലേക്ക് പോകാനാണ് ഇനി എന്റെ തീരുമാനം. അവിടെ നിന്നും ഈ ദ്വീപിന്റെ കുറെ ചരിത്ര കാഴ്ചകൾ കൂടി പകർത്തണം. സാൻസിബാറിന്റെ വടക്കൻ ഭാഗത്തേക്ക് കാർ നീങ്ങിക്കൊണ്ടിരുന്നു.